ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബീഫിൻ്റെ കരൾ വരട്ടിയതാണ്. അതിനായിട്ട് കുറച്ച് ഉള്ളിയും തക്കാളി, എരിവുള്ള മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ക്യാപ്സിക്കം ഇത്രയാണ് ആവശ്യം. ഇനി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം കുറച്ച് ഉള്ളി, കുറച്ച് തക്കാളി, കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് എരിവുള്ള മുളക്, ഇനി അതിൻ്റെ മീത് കുറച്ച് കരൾ, കുറച്ചല്ല എത്രയാണെന്ന് വെച്ചാൽ അത്രയും കരൾ, ഇഞ്ചി കുറച്ച്, വെളുത്തുള്ളി കുറച്ച്, ആവശ്യത്തിന് എണ്ണ, മുളക് പൊടി ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകം പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് കറി ലീഫ്, ഈ ഉപ്പ് ഇത്രയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഞാൻ ഇതിനായിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുക്കറിലിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കുകയാണ്. കരൾ വരട്ടുന്നതിനായിട്ട് അടുത്തൊരു മസാല നമുക്ക് ശരിയാക്കി എടുക്കാം. കുറച്ച് എണ്ണ ഒഴിക്കണം. അത് നമ്മൾ ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ചേർക്കുക. ഉള്ളി, ക്യാപ്സിക്കം, കറി ലീഫ്, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് മാത്രം ലാസ്റ്റിലിടാൻ വേണ്ടി വെച്ചിരിക്കുക. ബീഫിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മളൊന്ന് ഉണ്ടാക്കുന്നത് ഒറട്ടിയാണ്. ഒറട്ടിക്ക് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കുന്നു. കുറച്ച് ഉപ്പും എണ്ണയും കൂടി ഒഴിക്കുകയാണ്. തിളയ്ക്കുമ്പോൾ നമുക്ക് മാവിട്ട് കിണ്ടിയെടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാവ് കിണ്ടിയെടുക്കാം. മാവ് ഇതുപോലെ ആയി കഴിയുമ്പോഴത്തേക്ക് അതിന് നമുക്ക് തേങ്ങ ഫ്രഷാണ്, ഇത് ഫ്രഷ് തേങ്ങ അതിട്ട് ഒന്നുകൂടി നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി ഇതിനെ തണുക്കാനായിട്ട് വയ്ക്കണം. പിന്നെ ഇതിലോട്ട് നമുക്ക് ഈ വരട്ടി വെച്ചിരിക്കുന്ന ഇതിലോട്ട് കുറച്ച് ഗ്രാമ്പു, ഒരു 4-5 ഗ്രാമ്പു, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പെരുംജീരകം പൊടി, ഗരം മസാലപ്പൊടി, അടുത്തിരിക്കുന്നത് നോക്കണ്ട കേട്ടോ. ഇത് വീട്ടിലൊരാൾ ബീഫിൻ്റെ യാതൊരുവിധ സാധനങ്ങൾ കഴിക്കില്ല. അങ്ങനെ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് മുട്ടത്തോരം ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി അടുത്ത ദിവസം ഇടാം. ഇത് മാവ് നേരത്തെ നമ്മൾ വെള്ളത്തിൽ വെച്ച് കുഴച്ച് വെച്ചിരുന്ന മാവാണ്. അതിന് നന്നായിട്ട് നമുക്ക് വിരകിടുന്നു. നേരത്തെ പറഞ്ഞില്ല, ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ മാവ് നല്ല പച്ചരി പൊടിച്ച് വറുത്ത നല്ല മാവാണ്.
മാവ് ഒരുവിധം നല്ല പരുവായിട്ടുണ്ട്. ഇതുപോലെ കുഴച്ചെടുക്കും. കുക്കറിൽ വെച്ച് വേവിച്ച കറികൾ വെന്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഈ മസാലയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നമുക്ക് വരട്ടിയെടുക്കണം. ഇതിൽ ലാസ്റ്റിൽ കുറച്ച് കുരുമുളക് പൊടി എപ്പോഴും ഇത്തിരി കൂടുതൽ വെച്ചേക്കണൊക്കെ എണ്ണ കറികളിന് എന്നാലേ ടേസ്റ്റ് കിട്ടും. കരൾ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഈ അവസാനമായിട്ട് കുറച്ച് മുളക് മാറ്റി വെച്ചിരുന്നു, അതും കൂടി അത് ഇട്ട് കൊടുക്കാം. നേരത്തെ കുഴച്ച് വെച്ച ഉരുട്ടിയുടെ മാവ് എടുത്ത് ഇനി നമുക്ക് ഉരുട്ടി തട്ടിയെടുക്കാം. അങ്ങനെ ആദ്യത്തെ ഉരുട്ടി നമ്മൾ തട്ടിയെടുത്ത് സർത്തയിൽ ഇട്ടിട്ട് ഫ്രൈ പാനിൽ. ഉരുട്ടി മറിച്ചിട്ടിട്ടുണ്ട്. ഇതുപോലെ 2 സൈഡ് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഉരുട്ടിയ ബീഫ് പുരട്ടിയത് കൂട്ടി കഴിച്ചു നോക്കാം. നല്ല ചൂട് ഉരുട്ടിയും ബീഫ് പുരട്ടിയത് കൂട്ടി കഴിക്കാൻ സൂപ്പറ്, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം. എന്നിട്ട് സബ്സ്ക്രൈബും ലൈക്കും കമൻസും ഒക്കെ ചെയ്യണം.